കൊല്ലം പരവൂർ കോടതിയിലെ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടറെ സനീഷയുടെ ആത്മഹത്യയിൽ സഹപ്രവർത്തകർക്കും ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷനും പങ്കെന്ന അനീഷയുടെ മാതാവ് മകൾ നേരിട്ടത് കടുത്ത മാനസിക പീഡനം. മനം നൊന്ത് സഹോദരി ആത്മഹത്യ ചെയ്തെന്ന് അനീഷയുടെ സഹോദരൻ അനൂപും ആരോപിച്ചു. അനീഷയുടെ സഹപ്രവർത്തകർക്കും ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷനുമെതിരെയാണ് കുടുംബം രംഗത്ത് വന്നത്. ജോലിസ്ഥലത്ത് കടുത്ത മാനസിക സമ്മർദ്ദമാണ് അനീഷ നേരിട്ടതെന്ന് അനീഷയുടെ അമ്മ പ്രസന്ന പറയുന്നു. മുമ്പേ പറയുമായിരുന്നു, എനിക്ക് അവിടെ കോടതിയിൽ വലിയ പ്രശ്നങ്ങളാണ്, ഒരു സന്തോഷമില്ല, ഒരുപാട് ജോലിയും ചെയ്യണം, അപ്പുറത്തെ കോടതിയിലെ ജോലിയും കൂടെ ഏറ്റെടുത്ത് അതും കൂടി ചെയ്യേണ്ടി വരുന്നു. DDP വിളിച്ചു വരുത്തി മകളെ ആക്ഷേപിച്ചു. ഇത് മകൾക്ക് വിഷമമുണ്ടാക്കി. അയാള് ലീവ് എടുക്കൂല, ലീവ് എടുക്കാതെ അങ്ങ് മുങ്ങിക്കളയും. അയാൾക്കുള്ള പണിയും കൂടെ അവൾ തന്നെ ചെയ്യണം. DDPക്ക് ദേഷ്യമായി. അയാൾ അങ്ങോട്ട് വിളിച്ച്, അനീഷയെ അങ്ങോട്ട് വിളിച്ച ദിവസം അവളടുത്ത് വളരെ ഇതായിട്ട് സംസാരിച്ചപ്പോൾ അവൾ പറഞ്ഞ് എനിക്ക് മനപ്രയാസമുണ്ട്, ഇങ്ങനെയൊക്കെ സംസാരിച്ചല്ലേ എന്ന് പറഞ്ഞ് അന്നിങ്ങി പോന്നു. പിന്നെ 19-ാം തീയതി വിളിപ്പിച്ച് അന്ന് ആൾക്കാരെ എല്ലാം മുമ്പ് വെച്ച് ഒരുപാട് ആക്ഷേപിക്കുകയൊക്കെ ചെയ്തു. ഒരുപാട് ആക്ഷേപിച്ചവർക്ക് അന്ന് എൻ്റെ അടുത്തൊന്ന് പറഞ്ഞ് എനിക്ക് എവിടെ അന്ന് അപ്പോൾ ചാടി ചാവണമെന്ന് തോന്നി, അത്രയ്ക്ക് തന്നെ അയാൾ ആക്ഷേപിച്ച്. പിന്നെ DDPയും വേറെ കുറെ പേരും കൊണ്ട്. ജോലിസ്ഥലത്തെ മാനസിക സമ്മർദ്ദത്താൽ മനം നൊന്താണ് അനീഷ ആത്മഹത്യ ചെയ്തതെന്ന് സഹോദരൻ അനൂപും പറയുന്നു. മാനസികമായി തകർക്കുമ്പം തൻ്റെ ഭാഗത്ത് ന്യായമാണ് എന്നുള്ള വിശ്വാസമുള്ളത് കൊണ്ട് കക്ഷി അതിനെ എതിർത്തു. അതിനെ എതിർക്കുമ്പോൾ അതിൻ്റെതായ ശക്തമായ രീതിയിൽ വീണ്ടും കക്ഷിയെ മാനസികമായി പീഡിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഒരു ദിവസം വളരെ ഈ 19-ാം തീയതി വളരെ ജൂനിയേഴ്സിന്റെ മുന്നിലേക്ക് വെച്ച് വളരെ ഹറാഷ് ചെയ്തു, വളരെ ബാഡ്ലി ഹറാഷ് ചെയ്തു. അത് സഹിക്കാൻ വയ്യാതെ വന്നിട്ട് കക്ഷി അനീഷ എൻ്റെ സിസ്റ്റർ ചെയ്തു പോയൊരു കൃത്യമാണ്. തന്റെ ആത്മഹത്യക്കുള്ള കാരണങ്ങൾ അനീഷ ആത്മഹത്യക്കുറിപ്പിൽ വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും സഹോദരൻ പറഞ്ഞു. ആരോപണ വിധേയർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് കൊല്ലം ബാർ അസോസിയേഷൻ ഇന്ന് കോടതി നടപടികൾ ബഹിഷ്കരിച്ചിട്ടുണ്ട്. ജനം